കോൺഗ്രസിന് അത്ര വലിയ അഭിമാനം ഇന്നത്തെ തീരുമാനത്തിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പരാതി ആദ്യമായിട്ടാണോ കിട്ടുന്നത്? ഇന്നിപ്പോൾ ജാമ്യാപേക്ഷയിൽ തിരിച്ചാണ് വിധിയുണ്ടായിരുന്നതെങ്കിൽ പാർട്ടി പുറത്താക്കുമായിരുന്നു. എന്തിനാണ് ഇത്ര വൈകിപ്പിച്ചത്? ഈ കോടതി വിധിക്ക് കാത്തതിൻ്റെ ലോജിക്ക് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഈ പാർട്ടി എന്താ കരുതുന്നത്? ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ് എന്നാണോ? ആരുടെയൊക്കെ പരാതി കിട്ടി? ഷഹനാസ് പറയുന്നത് കേട്ടില്ലേ? അങ്ങ് ഡൽഹിയിൽ സമരത്തിന് പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്തുകൂടായിരുന്നോ എന്ന മെസ്സേജ് അയച്ചപ്പോൾ അതിനകത്തെ അപകടം മണത്ത ഷഹനാസ് ഷാഫി പറമ്പിലെടുത്തല്ലേ ഈ കാര്യം പറഞ്ഞത്? അതിനുശേഷമല്ലേ ഇയാളെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കി മാറ്റുന്നത്? ഒരു കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസിലെ MP-യുടെ വീട്ടിൽ സംഭവിച്ച കാര്യം പാർട്ടിയുടെ നേതൃത്വത്തിന് അറിയാമായിരിക്കുമ്പോഴല്ലേ ഇയാളെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പാലക്കാട്ടേക്ക് എഴുന്നള്ളിക്കുന്നത്? അവിടെ എത്ര പേര് പറഞ്ഞു ഇയാളെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ളത്? പാലക്കാട് DCC തന്നെ പറഞ്ഞതല്ലേ? എന്നിട്ട് ആരുടെ താല്പര്യമായിരുന്നു? ഈ പരാതികൾ KSU കാലം മുതൽ ഇയാൾക്കെതിരെയുള്ള പരാതി പ്രവാഹമായിരുന്നു. ആ പരാതികളെല്ലാം എടുത്ത് കോൾഡ് സ്റ്റോറേജിൽ വെച്ച് ഇയാളെ ഒരു അരാഷ്ട്രീയ കൊട്ടേഷൻ ഗുണ്ടയാക്കി വളർത്തി ഒരു സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഒരു പ്രെഡേറ്ററാക്കി മാറ്റിയതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു കാരണവശാലും കോൺഗ്രസ് പാർട്ടിക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ല. ഇന്നിപ്പോൾ ഗത്യന്തരമില്ലാതെയാണ്. കാര്യം ഈ പ്രെഡേറ്ററിനെ ഇനി ഇന്ദിരാഭവനിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആ ഒറ്റ സാഹചര്യത്തിൽ മാത്രമാണ് ആ തീരുമാനമെടുത്തത്. കാരണം അവിടുത്തെ സ്ത്രീകൾ ചൂലുമായിട്ട് ഇറങ്ങും. ആരൊക്കെയാ ഈ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ? ആദ്യഘട്ടത്തിൽ ഈ ഒരു തെളിവിൻ്റെയും കണിക പോലും ഇല്ലാതെ പെൺകുട്ടികൾ ഒരുമിച്ച് വന്ന് പറഞ്ഞില്ലേ ഇയാളെ പുറത്താക്കണമെന്നുള്ള അഭിപ്രായം? അവരെ ഈ സൈബർ ലിഞ്ചിങ്ങിന് വിട്ടുകൊടുക്കുകയില്ലേ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തത്? ആ തീരുമാനം പുല്ലുവിലയല്ലേ കൊടുത്തത്?